അമ്മ പിണങ്ങി. ട്രിപ്പൊക്കെ കഴിയാനായി എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു സങ്കടല്ലേ? ആ സങ്കടത്തിലാണ് കേട്ടോ ഞാൻ. കിളി മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഫില്ലായി. ഇനി യെരവൻ സിറ്റി ഒന്ന് ഞങ്ങൾക്ക് 3 പേർക്കും മാത്രമായിട്ടൊന്ന് നടക്കും. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ കുറെ വർത്താനം പറയാ, സ്ക്രീൻ ടൈം ഒക്കെ മാക്സിമം ഒഴിവാക്കുക, Come on, കിളിനോട് let's go. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ട് വേണം എന്നൊക്കെ ഈ സമയങ്ങളിലാണ് പ്ലാൻ ചെയ്യാറ്. അങ്ങനെ എല്ലാ പ്ലാനും നടക്കാറൊന്നുമില്ല കേട്ടോ. കുറെ എണ്ണം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ബഡ്ജറ്റും സ്പെൻഡ് ചെയ്തതും പൈസ എത്രയായിരുന്നു അങ്ങനത്തെ എല്ലാ സംസാരങ്ങളും ഇതിന്റെ ഇടയിൽ അങ്ങ് നടക്കും. വാലന്റൈൻസ് ഡേന്റെ അന്നായതുകൊണ്ട് എല്ലായിടത്തും ലവേഴ്സിനെ കാണാം. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. ഈ പ്രണയിക്കുന്ന ആൾക്കാരേനെയും ഈ പ്രണയം അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര രസാലേ, ഭയങ്കര സുഖമാണ്. സ്ട്രീറ്റും കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ആ ഭംഗി കാരണം ഒരുപാട് നടന്നിട്ടും തീരെ ടയേർഡായില്ല. കിളിക്കാണെങ്കിലും ഒരു പരാതിയുമില്ല. അവളും ഇതാ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കാണുന്നുണ്ട് ഞങ്ങളെപ്പോലെ. അവള് കരഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിർത്തി പോവേണ്ടി വന്നേനെ. പക്ഷെ അവളും അമ്മയും അച്ഛനും സംസാരിക്കുന്നത് നല്ല രീതിയിൽ കേട്ടിരുന്നു. ഇതേ ഈ ഒരു കാറില്ലേ, ഇത് കാണണം എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതുപോലെ ഒരുപാട് ട്രിപ്പിന്റെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. കഫേസ് ഒക്കെ ഫുള്ളാണ്. മനോഹരമായ ഡിന്നർ ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോ ഫോട്ടോ എന്ന് ആരോ പറഞ്ഞു. പക്ഷെ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിരുന്നു. ഇവിടെ പഠിക്കുന്ന കുറെ മെഡിക്കൽ സ്റ്റുഡൻസിനെ കണ്ടു കേട്ടോ. നമ്മുടെ മലയാളീസ്. വേറെ ഏതെങ്കിലും നാട്ടിൽ വന്നിട്ട് മലയാളീസിനെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. അച്ഛന് കൈ ഒഴിഞ്ഞൊന്നും പരാതിയൊന്നും പറഞ്ഞില്ല, എന്നാലും കുറ്റബോധം. അപ്പൊ കുറച്ചു നേരം ഞാനും എടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനൊരു സംഭവം എല്ലായിടത്തും കാണാം കേട്ടോ. വെള്ളം കുടിക്കാൻ പ്യുവർ വാട്ടറാണ്. നമ്മൾ ഫുഡ് കോർട്ടിലൊക്കെ പോയി നോക്കി ഫുഡ് വാങ്ങാൻ, പക്ഷെ എന്തോ അങ്ങ് മനസ്സിന് പിടിച്ചില്ല. കിളീന്റെ അച്ഛൻ കുറച്ച് സങ്കടത്തിലാണ്. കാരണം പുള്ളി പറഞ്ഞ സാധനം വാങ്ങാൻ ഞാൻ സമ്മതിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് ഞങ്ങൾ KFCയിൽ തന്നെ എത്തി. പക്ഷെ UAE KFCനെ പറ്റി കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. അർമേനിയ ഒരു സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും മനോഹരാക്കി തന്നു.